മാള KSRTC സബ് ഡിപ്പോയിൽ നിന്ന് സർവീസുകൾ വെട്ടിക്കുറച്ചതോടെ വെട്ടിലായി ദീർഘദൂര യാത്രക്കാർ. ഗ്രാമീണ മേഖലയിലെ ഉൾനാടൻ വഴികളിലൂടെയുള്ള ഗതാഗത സർവീസ് നിർത്തിവച്ചതിന് പിറകെയാണ് ദീർഘദൂര സർവീസുകൾക്കും കത്തിവച്ചിട്ടുള്ളത്. മാളയിൽ നിന്ന് തൃശൂർക്കും ആലുവയിലേക്കും ഇപ്പോൾ നാമമാത്ര സർവീസുകളാണ് ഉള്ളത്. മാളയിൽ നിന്ന് വിവിധ പ്രദേശങ്ങളിലേക്ക് സർവീസ് ഉണ്ടായിരുന്ന 50ഓളം ഷെഡ്യൂളുകൾ വെട്ടിക്കുറച്ചത് കോവിഡ് കാലത്തിന് ശേഷമാണ്. നാടിൻ്റെ നാനാദിക്കിലേക്ക് സർവീസ് ഉണ്ടായിരുന്ന ലാഭത്തിൽ പ്രവർത്തിച്ചിരുന്ന മാള KSRTC സബ് ഡിപ്പോയ്ക്ക് കീഴിൽ ഇപ്പോൾ സർവീസ് നടത്തുന്നത് 24 ബസ്സുകൾ മാത്രം. അവയിൽ ഏറെയും തൃശ്ശൂരിലേക്ക്. രാത്രി 7 മണിക്ക് ശേഷം ആലുവയിൽ നിന്ന് മാളയിലെത്തണമെങ്കിൽ ഓട്ടോറിക്ഷയ്ക്കുള്ള ഭാരിച്ച തുക കയ്യിൽ കരുതണം എന്ന അവസ്ഥ. സർവീസ് വെട്ടിക്കുറയ്ക്കുന്നതിന് ഉദ്യോഗസ്ഥർ പറയുന്ന വിശദീകരണം നഷ്ടക്കണക്കുകളാണ്. എന്നാൽ തൃശൂർ മാള സർവീസ് ഇന്നും ലാഭത്തിൽ തന്നെയാണെന്നാണ് ജീവനക്കാരുടെ ഭാഷ്യം. എന്നിട്ടും സർക്കാരിൻ്റെയും മാനേജ്മെൻറ്റിൻ്റെയും പിടിപ്പുകേടുകൊണ്ട് ഷെഡ്യൂളുകൾ ചുരുക്കി യാത്രക്കാരെ വഞ്ചിക്കുകയാണ് വകുപ്പ്. മാളയിലെ സമീപ ഗ്രാമീണ വഴിയിലൂടെ പോയിരുന്ന KSRTC സർവീസുകൾ പഴങ്കഥയായി മാറിയിരിക്കുന്നു. ക്രമാതീതമായി ഷെഡ്യൂൾ വെട്ടിച്ചുരുക്കുന്ന നടപടിക്കെതിരെ മീഡിയ ടൈം നൽകിയ വാർത്തയെ തുടർന്ന് MLA VR സുനിൽകുമാർ നിയമസഭയിൽ ഗതാഗത വകുപ്പ് മന്ത്രിയോട് ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. ആവശ്യത്തിന് യാത്രക്കാരുണ്ടെങ്കിൽ സർവീസ് തുടരാൻ KSRTC തയ്യാറെന്നായിരുന്നു അന്നത്തെ ഗതാഗത മന്ത്രി ആന്റണി രാജു നിയമസഭയിൽ മറുപടി പറഞ്ഞത്. ആന്റണി രാജു മാറി ഗണേഷ് കുമാർ ആ കസേരയിൽ വന്നെങ്കിലും മാള ഡിപ്പോ ഇപ്പോഴും അവഗണനയിൽ തുടരുന്നു. യാത്രക്കാരുണ്ടായിട്ടും സർവീസുകൾ വെട്ടിച്ചുരുക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടും ഭരണകക്ഷി വിഷയത്തിൽ ഇടപെടുന്നില്ല എന്നതാണ് അവഗണനയുടെ ആഴം വ്യക്തമാക്കുന്നത്. മീഡിയ ടൈം മാള.